ഭാരതത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികന്റെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് അഗ്നിയേക്കാൾ കരുത്തുണ്ടാകും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു മലയാളി സൈനികന്റെ കുറിപ്പ് കാട്ടുതീ പോലെ പടരുകയാണ്. സൈനികൻ എഴുതിയ ആ വരികൾ ഓരോ ഭാരതീയന്റെയും കണ്ണ് നിറയിക്കുന്നതും അതേസമയം അഭിമാനം കൊണ്ട് നെഞ്ചു വിരിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. ഈ മോദി യുഗത്തിൽ ഇന്ത്യൻ സൈനികനാകാൻ എനിക്ക് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വെറുമൊരു വാക്കല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യം കൈവരിച്ച അസാമാന്യമായ വളർച്ചയുടെ നേർസാക്ഷ്യമാണ്. പണ്ട് സൗകര്യങ്ങളില്ലാതെ തോളിൽ ഭാരവും പേറി മഞ്ഞുമലകൾ കയറിയിരുന്ന ഒരു തലമുറയിൽ നിന്നും ഇന്ന് സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആധുനിക സേനയിലേക്കുള്ള മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. എന്താണ് ആ സൈനികനെ ഇത്തരം ഒരു കുറിപ്പെഴുതാൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെയാണ് മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സൈന്യത്തിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റങ്ങൾ? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരിശോധിക്കാം. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് സൈനികന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിലും ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിലും ഊന്നിയുള്ളതായിരുന്നു. ആ സൈനികൻ തന്റെ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ പണ്ട് ഹിമാലയൻ അതിർത്തികളിലെ പോസ്റ്റുകളിൽ ഭക്ഷണവും വെടിക്കോപ്പുകളും എത്തിക്കുക എന്നത് അതീവ ദുഷ്കരമായ ദൗത്യമായിരുന്നു. യൂണിറ്റിൽ നിന്നും പുറപ്പെട്ട് 2 ദിവസത്തോളം മല കയറി വേണമായിരുന്നു പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഭക്ഷണവും വസ്ത്രങ്ങളും ഭാരമേറിയ തോക്കുകളും സൈനികർ തന്നെ ചുമക്കണമായിരുന്നു. ചിലയിടങ്ങളിൽ കോവർ കഴുതകളെ ആശ്രയിച്ചിരുന്നെങ്കിലും പലപ്പോഴും പ്രകൃതിക്ഷോഭം മൂലം അതും സാധ്യമാകാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം പാടെ മാറി പറഞ്ഞിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ ഹാൽ വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിയാച്ചിൻ, ലഡാക്ക് തുടങ്ങിയ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ യുദ്ധഭൂമികളിൽ ഇനി നമ്മുടെ സൈനികർ ചരക്കുകൾ ചുമക്കേണ്ടി വരില്ല. 6000 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ഈ മ്യൂൾ ഡ്രോണുകൾ സൈനികർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും വെടിക്കോപ്പുകളും കൃത്യസമയത്ത് എത്തിച്ചു നൽകും. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നേരിട്ട് വിലയിരുത്തിയ ഈ സാങ്കേതിക വിദ്യ മോദി സർക്കാർ പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്ന മുൻഗണനയുടെ തെളിവാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യ സ്വന്തം മണ്ണിൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും നിർമ്മിക്കാൻ തുടങ്ങി. തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. റഫാൽ വിമാനങ്ങൾ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ഏതൊരു ശത്രു രാജ്യവും ഭാരതത്തിന് നേരെ കണ്ണുയർത്താൻ ഭയപ്പെടുന്നു. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വളർന്നത് മോദി യുഗത്തിലെ വലിയൊരു നേട്ടം തന്നെയാണ്. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം തന്നെ സൈനികന്റെ ക്ഷേമത്തിനും ഈ സർക്കാർ വലിയ പ്രാധാന്യം നൽകി. പതിറ്റാണ്ടുകളായി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് മുൻ സൈനികരുടെ കുടുംബങ്ങൾക്കാണ് സുരക്ഷ ഉറപ്പാക്കിയത്. സൈനികർക്ക് ആവശ്യമായ ആധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും റഫിളുകളും ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ബാലാക്കട്ട് വ്യോമാക്രമണത്തിലൂടെയും ഇന്ത്യ നൽകിയ മറുപടി സൈന്യത്തിന് സർക്കാർ നൽകുന്ന പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിരുന്നു. അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യം വികസനത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. പല നിർമ്മാണങ്ങളും വഴി ഏത് കാലാവസ്ഥയിലും സൈനിക നീക്കം സാധ്യമാകുന്ന രീതിയിൽ റോഡുകളും തുരങ്കങ്ങളും അതിവേഗം പൂർത്തിയായി. ഇത് സൈനികരുടെ യാത്ര സുഗമമാക്കുക മാത്രമല്ല, അതിർത്തി സുരക്ഷയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. വീരമൃത്യു വരിച്ച സൈനികർക്കായി ഡൽഹിയിൽ നിർമ്മിച്ച നാഷണൽ വാർ മെമ്മോറിയൽ ഓരോ സൈനികന്റെയും ത്യാഗത്തെ രാജ്യം എത്രമാത്രം ആദരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. തന്റെ സൈന്യത്തെ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അത്യാധുനിക സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ ഭാരതം ലോകത്തിലെ തന്നെ അജയ്യമായ ശക്തിയായി മാറുകയാണ്. ഒരു മുൻ സൈനികൻ ഇനിയൊരു ജന്മം കൂടി സൈനികനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഇന്ന് നമ്മുടെ രാജ്യം അത്രമേൽ അഭിമാനകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. ഈ മാറ്റങ്ങൾ ഓരോ ഭാരതീയനും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇനി നമുക്ക് ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്ന് വിശദമായി നോക്കാം. ഒരു കാലത്ത് ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ലോകം അന്തം വിട്ടു നിൽക്കുന്ന രീതിയിൽ പ്രതിരോധ രംഗത്തെ ഒരു വൻ ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് എന്ന നയം വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് തെളിയിക്കുന്നതാണ്
ഓരോ വർഷവും പുറത്തു വരുന്ന പ്രതിരോധ കണക്കുകൾ. നമ്മുടെ ആകാശ സീമകൾ കാക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ മുതൽ സമുദ്രത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന INS വിക്രാന്ത് വരെ ഭാരതീയന്റെ സ്വന്തം വിയർപ്പിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. സ്വന്തമായ ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഉയർന്നത് വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങളും നമ്മുടെ സൈന്യത്തിന് കരുത്ത് പകരുമ്പോൾ ബ്രഹ്മോസ് പോലുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം എന്ന ലേബലിൽ നിന്നും ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നത് ഈ 10 വർഷത്തിനിടയിലെ സമാനതകളില്ലാത്ത നേട്ടമാണ്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യമെടുത്താൽ ഹിമാലയൻ മലനിരകളിലെ ദുർഘടമായ പാതകളിലൂടെ സൈനിക നീക്കം സുഗമമാക്കാൻ നിർമ്മിച്ച തുരങ്കങ്ങളും പാലങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. അടൽ ടണൽ പോലുള്ള നിർമ്മിതികൾ ശത്രു രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെ തന്നെ തെറ്റിച്ചു കളഞ്ഞു. ഇതിനെല്ലാം പുറമെയാണ് സൈനികരുടെ മനസ്സിന് കരുത്തു പകരുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെയും പാലാക്കഡ് വ്യോമാക്രമണത്തിലൂടെയും ഇന്ത്യ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. ഭാരതത്തെ തൊട്ടാൽ ശത്രുവിന്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള കരുത്ത് ഇന്ന് ഈ സൈന്യത്തിനുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട സൈനികന്റെ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു നിരീക്ഷണ ഡ്രോൺ എന്നതിലുപരി യുദ്ധഭൂമിയിൽ വെടിക്കോപ്പുകളും മരുന്നുകളും എത്തിക്കുന്ന മ്യൂൾ ഡ്രോണുകൾ വരെ ഇന്ന് നമ്മുടെ പക്കലുണ്ട്. ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും സ്വയം നിയന്ത്രിത നാവിഗേഷൻ സംവിധാനങ്ങളുമുള്ള ഇത്തരം സാങ്കേതിക വിദ്യകൾ ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അത്യാധുനിക ആയുധങ്ങളും തളരാത്ത ആത്മവീര്യവുമുള്ള സൈനികരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടവും ഒത്തുചേരുമ്പോൾ ഭാരതം ഇന്ന് അജയമായ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ഈ മാറ്റമാണ് ഇന്ന് ഓരോ മുൻ സൈനികരെയും ഇനിയൊരു ജന്മം കൂടി ഈ സേനയിൽ ചേരാൻ കൊതിപ്പിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഇന്ത്യൻ സൈനികർ എന്തിനും ഏതിനും സർവ്വസജ്ജമാണ്. അത് ഹിമാലയത്തിലെ -डिग्री തണുപ്പിലായാലും സമുദ്രത്തിന്റെ ആഴങ്ങളിലായാലും ശത്രുവിനെ നേരിടാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും ഇന്ന് ഇന്ത്യയുടെ പക്കലുണ്ട്. ഒരു കാലത്ത് വെടിക്കോപ്പുകൾക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾക്കും വേണ്ടി മാസങ്ങളോളം കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ ഇന്ന് കഥ മാറി. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മുടെ സൈന്യത്തിന്റെ കൈവശമുണ്ട്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഒരുപോലെ തൊടുക്കാവുന്ന ഈ മിസൈലിനെ തടയാൻ ഇന്നത്തെ ലോകത്ത് ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച അഗ്നി മിസൈലുകൾ അയൽ രാജ്യങ്ങളിലെ ഏത് കോണിലെയും ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഇതിനൊപ്പം തന്നെ ആകാശത്ത് ശത്രുവിനെ വിറപ്പിക്കാൻ റഫാൽ വിമാനങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. ഈ ആയുധ ശേഖരങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അപ്പുറം ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ സൈനികരുടെ അജയമായ ആത്മവീര്യമാണ്. പണ്ട് അതിർത്തിയിലെ ഒരു പോസ്റ്റ് പിടിച്ചെടുക്കാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ ഡൽഹിയിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അതിർത്തിയിൽ ഒരു പ്രകോപനമുണ്ടായാൽ അതിന് തക്കതായ മറുപടി നൽകാൻ സൈന്യത്തിന് ഇന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു മാറ്റമാണ് ഓരോ സൈനികനും നൽകുന്ന ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.